മല്ലപ്പള്ളി കൈപ്പറ്റ റോഡിൽ പൈപ്പ് പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. എന്നിട്ടും അധികാരികൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതേയില്ല. പൈപ്പ് പൊട്ടൽ എന്തെന്ന് അറിയണമെങ്കിൽ മല്ലപ്പള്ളി കൈപ്പറ്റ റോഡിൽ എത്തിയാൽ ഏതൊരാൾക്കും കണ്ട് മനസ്സിലാക്കാം. അത്രയ്ക്കും ശക്തിയിലും ഒഴുക്കിന്റെ വേഗത കൂട്ടുന്ന തരത്തിലുള്ള പൈപ്പ് പൊട്ടലാണ് ഈ റോഡിൽ കാണാൻ സാധിക്കുന്നത്. മല്ലപ്പള്ളി കോട്ടയം റോഡിൽ പമ്പുപടിക്കിൽ നിന്ന് 300 മീറ്റർ കയറ്റം കയറി ചെന്നാൽ മാസങ്ങളോളമായി പൈപ്പ് പൊട്ടിക്കിടക്കുന്നതിന്റെ ഒഴുക്ക് കാണാൻ കഴിയും. ഈ റോഡിലെ പണിക്കമുറി വീടിന് മുമ്പിലാണ് പൈപ്പ് പൊട്ടിക്കിടക്കുന്നത്. ഒരാഴ്ച മുമ്പ് ഇപ്പോൾ പൈപ്പ് പൊട്ടിക്കിടക്കുന്നതിന്റെ 2 മീറ്റർ മാറിയാണ് പൈപ്പ് പൊട്ടിക്കിടന്നത്. അധികാരികളെത്തി ശരിയാക്കിയിരുന്നു. എന്നാൽ അതിന് സമീപത്തായി പൈപ്പ് പൊട്ടിയത് അധികാരികൾ കണ്ടതുമില്ല. പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് റോഡിലൂടെ ഒഴുകിപ്പോകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പൈപ്പ് പൊട്ടിയതിന് സമീപത്തെ വീട്ടുകാർ പാഴായി പോകുന്ന വെള്ളത്തിന് തുക അടയ്ക്കേണ്ടി വരും. വെള്ളത്തിന് ഇപ്പം ഭയങ്കര ക്ഷാമമായിരിക്കുന്ന ഒരു സമയത്താണ് ഇത്രയും വെള്ളം ഇവിടെ നഷ്ടപ്പെടുന്നത്. ഇതിന് സർവീസ് ചെയ്യാൻ ആരുമില്ല. പഞ്ചായത്ത് നോക്കുന്നില്ല, PWD നോക്കുന്നില്ല, ആരും നോക്കുന്നില്ല. ഈ വെള്ളം ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നാട്ടുകാർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. അവർക്ക് കാട്ടിലെ തടി തേവരുടെ ആന അങ്ങനെ പോവുക. പക്ഷെ അതിനൊരു ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. പണിക്കമുറി വീടിന് മുമ്പിൽ പൈപ്പ് പൊട്ടിക്കിടക്കുന്ന കാരണം ഈ വീട്ടുകാർക്കും സമീപത്തെ വീട്ടുകാരും തങ്ങളുടെ വീടുകളിലേക്ക് കയറുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. ഈ ചെളിവെള്ളം ചവിട്ടി വേണം ഇവരുടെ വീടുകളിലേക്ക് പ്രവേശിക്കുവാൻ. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം മാസങ്ങളായി റോഡ് സൈഡിലൂടെ പൈപ്പ് പൊട്ടി ഒഴുകിപ്പോകുമ്പോഴും 10,000-കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഇതൊന്നും കാണാതെ AC മുറിയിൽ സുഖിച്ച് ഇരിക്കുകയാണ്.